ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അർജുനെയാണ്. അപ്പോൾ അർജുൻ ആകെ കുടിച്ച് കുളമാക്കി നിൽക്കുകയാണ്. മുമ്പ് അവൾ എന്നിൽ നിന്ന് എത്ര മാത്രം അകന്നിരുന്നുവോ അതിലൊക്കെ എത്രയോ അടുപ്പമായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എത്ര മാത്രമായിരുന്നു സ്നേഹം. ഈ മുറിയിൽ ഞാൻ തനിച്ച് എനിക്ക് പറ്റില്ല ഗൗതം, എനിക്ക് ഒരു നിമിഷം പോലും എനിക്ക് കഴിയില്ല എന്ന ഗൗതത്തോട് ഇങ്ങനെ പരാതി പറഞ്ഞ കരയാണ്. അവൾ വരില്ല, അവളുടെ അച്ഛനൊട്ട് ഇങ്ങോട്ടേക്ക് വിടുകയില്ല, അത് ഉറപ്പാ. എന്ത് ചെയ്യൂടാ ഞാൻ, നീ പറയ എന്ന് പറഞ്ഞ് വീണ്ടും എടുത്ത് കുടിക്കുകയാണ്. എൻ്റെ ഏട്ടാ മതി, ഇങ്ങോട്ടേക്ക് തന്നെ എന്ന് പറഞ്ഞു. കുടിച്ചത് മതി എന്നല്ലേ പറഞ്ഞത്, നമുക്ക് സംസാരിക്കാം ഏട്ടാ, വിഷമിക്കാതെ. എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു, ഫുഡുമായിട്ട് എല്ലാവരുമായിട്ട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവരെല്ലാവരും ഉള്ളത്. രാജശേഖരൻ അങ്കിളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അർജുൻ ചാടി എഴുന്നേക്കാണ്. അതെ എന്തായിട്ടാ, എനിക്ക് അവളെ കാണണം, കണ്ടേ പറ്റൂ. ഞാനിപ്പോൾ അവളുടെ വീട്ടിൽ പോകും. ഏട്ടൻ അവിടെ ഇരുന്നേ എന്ന് പറഞ്ഞു. ഇപ്പം സമയം എത്രയായെന്ന വിചാരം? അതൊന്നും സാരമില്ല, എനിക്ക് അവളെ കാണണം, കണ്ടേ പറ്റൂ. ഈ കോലത്തിൽ അവിടെ കണ്ടാൽ അവർക്കൊക്കെ വിഷമാവും. നാളെ പോയാൽ മതി ഏട്ടാ. കാണരുത്, പോകരുത്, വരരുത് എന്നൊക്കെയല്ലേ ഇവിടുത്തെ മഹാറാണിമാർ ഉത്തരവ് പുറപ്പെടുവിച്ച് വെച്ചിരിക്കുന്നത്. എങ്ങനെ സഹിക്കും? ഒന്ന് പതുക്കെ പറ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ. എനിക്കാരും പേടിയൊന്നുമില്ല, അതുകൊണ്ടേ ഞാൻ പോയേ പറ്റൂ. ആര് വിചാരിച്ചാലും എന്നെയും മീനുവിനെയും പിരിക്കാനായിട്ട് കഴിയില്ല, അതാദ്യം മനസ്സിലാക്ക്. എല്ലാവരും വാന്നേ. ഞാനും അവളും ഫോണിൽ സംസാരിക്കുന്നത് എല്ലാവരും കേക്ക്. ഐ ലവ് യു എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് കേക്ക്. ഏട്ടനൊന്ന് കിടന്ന് നോക്ക്. ഏട്ടാ കിടക്കേട്ടാ, നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞു. മീനു എന്ന് പറഞ്ഞുകൊണ്ട് ദേണ്ട ഫോണിൻ്റെ മണ്ടയിലോട്ട് വീണു. ആളതേണ്ട അവിടെ കിടന്ന് ഓഫായിപ്പോയി. മീനു എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേനും അർജുൻ്റെ അടുത്ത് ഗൗതം ഇരിക്കുകയാണ്. അർജുൻ്റെ അവസ്ഥ കണ്ട് ഗൗതത്തിന് വലിയ സങ്കടമായിട്ടോ. ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. അതെ മീനു, നമ്മളെ ആർക്കും അകറ്റാൻ കഴിയില്ല. അമ്മയ്ക്കല്ല, ചേച്ചിക്കല്ല, ആർക്കും, ഈ ലോകത്താർക്കും നമ്മളെ രണ്ടുപേരെയും വേർപെടുത്താൻ കഴിയില്ല എന്നൊക്കെ പറയുകയാണിങ്ങനെ. എന്താണെങ്കിലും കഴിയില്ല മീനു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് ആളിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഗൗതം ദേണ്ട അടുത്തിരുന്നു. പാവമേട്ടൻ്റെ അവസ്ഥ കണ്ടപ്പോഴത്തേനും വിഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യാനാ. പിന്നെ കാണുന്നത് നമ്മുടെ മീനുവിനെയാണ്. മീനു ഇങ്ങനെ അർജുൻ്റെ ഫോട്ടോസൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേഗം തന്നെ അർജുൻ രാവിലെ വന്ന് മീനുവിനെ കൂട്ടാൻ വന്ന കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്. നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട നിങ്ങളുടെ ചേച്ചിയും അമ്മയും പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ടത് വേണ്ട എന്ന് മീനു പറയണം. എന്തിനാ വെറുതെ അതിന് ഇട നൽകുന്നത്? വേണ്ട അർജുൻ, വീണ്ടും അവർ ചോദിക്കാനായിട്ട് വീട്ടിൽ വരും, എന്നെ അപമാനിക്കും. ഇനിയും അത് സഹിക്കാൻ പറ്റില്ല അർജുൻ. അതുകൊണ്ട് ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് പോയിക്കോളാം എന്നൊക്കെ അർജുനോട് പറഞ്ഞു വിട്ടപ്പം അർജുന് വല്ലാണ്ട് വിഷമായി എന്ന് മീനുവിനറിയാം. മീനു ആകെ ദുഃഖിച്ചിങ്ങനെ ഇരിക്കുകയാണ് അതൊക്കെ ഓർത്ത്. അപ്പോഴാണ് നമ്മുടെ അഖില അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ചേച്ചി എന്ന് വിളിച്ചു. ചേച്ചി ഭക്ഷണം കഴിക്കുന്നില്ലേ, ബാ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട അഖില, നീ കഴിച്ചോ? അല്ല, രാവിലെ അർജുനേട്ടൻ വന്നല്ലോ, കാണുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? പക്ഷേ എൻ്റെ അടുത്തില്ലല്ലോ അഖില, അതാ എൻ്റെ സങ്കടം എന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും അടുത്തില്ലെങ്കിലുള്ള വേദന എത്രയാണെന്ന് പറയാൻ പറ്റുമോ? എന്തെടുക്കുമായിരിക്കും അവിടെ? ഭക്ഷണം കഴിച്ചു കാണുമോ, ഉറങ്ങിക്കാണുമോ? അങ്ങനെ ഓരോരോ 100 ചിന്ത കേട്ടോ. ഓരോ കാര്യം ആലോചിക്കുമ്പോൾ ഒരു സമാധാനവും കിട്ടണില്ല. എന്തോ ചേച്ചി ഒരു കാര്യം ചെയ്യാം, അർജുൻ എന്നെ ഒന്ന് വിളിക്ക്, ആ വിഷമമൊക്കെ അപ്പം മാറിക്കോളും. വേണ്ട, രാവിലെ അച്ഛനൊക്കെ അങ്ങനെയൊക്കെ സംസാരിച്ചതല്ലേ, അതിൻ്റെ പിണക്കം കാണുമോ? അതായിരിക്കോ എനിക്കെന്തോ ഫോൺ ചെയ്യാനായിട്ട് ഒരു മടി പോലെ തോന്നുക. നീ ഒരു കാര്യം ചെയ്യുക അഖില, നീ ഗൗതത്തിനെ ഒന്ന് വിളിക്കുക. അർജുൻ എന്തെടുക്കുക, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ നീ ഒന്ന് ചോദിക്കുക. ഇന്നെൻ്റെ ഉറക്കം കളയണം അല്ലേ? അതെ, ഗൗതമിനെ വിളിച്ചാൽ ഇന്നത്തെ രാത്രി പോക്കാം. അവൻ ഓരോന്ന് പറയും, എനിക്ക് കഴിയില്ല അവനോട് യുദ്ധം ചെയ്യാൻ. അവൻ നല്ല വിഷമമുണ്ട്, അവന് സ്നേഹമുണ്ട്. ഫുഡുമായിട്ട് വന്നപ്പോൾ ഞാൻ കണ്ടതല്ലേ, പഴയതുപോലെ ഒന്നും നിന്നോട് പെരുമാറാറില്ല. നീ ഒന്ന് വിളിക്കില്ല. വയ്യേച്ചി, അവൻ ഇനി എന്തെങ്കിലും പറഞ്ഞ് ചൊറിയാൻ നിൽക്കും. അപ്പം ഞാൻ ചുട്ട മറുപടി കൊടുക്കുക, പിന്നെ അടിയാവും. എന്തിനാ വെറുതെ? ചേച്ചി ഒരു കാര്യം ചെയ്യാം, അർജുൻ എന്നെ വിളിക്ക് പ്ലീസ് അഖില.
അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ചേച്ചി ഗൗതമത്തിനെ വിളിച്ച് നമ്മുടെ അർജുൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക. അത് ശരിയാവില്ല, അത് വേണ്ട, പ്ലീസ് എടി ഒന്ന് വിളിക്കടി പ്ലീസ് എന്ന് പറഞ്ഞു. ആ ശരി ശരി, ഞാൻ അവനെ വിളിക്കാം എന്ന് പറഞ്ഞു. അവനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ പോർക്കളത്തിൽ ഇറങ്ങുന്നതിന് സമ എന്ന് പറഞ്ഞ് വേഗം ആൾ ഫോൺ എടുത്ത് ഗൗതത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പം അർജുൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഗൗതം. ഈ സമയത്ത് ഗൗതത്തിന് ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി അഖില എന്ന് ഫോൺ കണ്ടപ്പോൾ തന്നെ. ഹലോ അഖില എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ്. എന്തൊരു സർപ്രൈസാണോ ഇത് എന്ന് ചോദിച്ചു. അല്ല എന്നെ നീ വിളിച്ചോ? എൻ്റെ പൊന്നോ, ഇന്ന് കാക്ക മലർന്നു പറക്കും. പിന്നെ രാത്രി കാക്കയ്ക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, മലർന്നു പറക്കാനല്ലേ പണി. എന്തിനാ നീ വിളിച്ചത്? നീ കാര്യം എന്താന്ന് പറ താറാവേ. താറാവോ? അയ്യോ ദേ കളിക്കല്ലേ സാമ്പാറേ, സാമ്പാർ നിൻ്റെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഇവനെ ഫോൺ ചെയ്യുന്നത് പോർക്കളത്തിൽ ഇറങ്ങുന്നതിന് തുല്യമാണെന്ന്. ചേച്ചി അടുത്തുണ്ടോ? ആ ഉണ്ട്, ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഫോൺ ചെയ്തത് തന്നെ എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു. എന്തിനാ ചേച്ചി വിളിക്കാൻ പറഞ്ഞത്? എന്താ വേറെന്തിനാ? അർജുനേട്ടൻ സുഖാണോ, ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അല്ലാതെ മറ്റെന്തിനാ? അതെ നല്ല വിഷമത്തിലാണ് ഏട്ടന് ഭയങ്കര സങ്കടമായി. എന്തൊക്കെയാണെന്നറിയില്ല. മീനുവിനെ കാണണം, അവൾ അടുത്ത് വേണം, ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കരഞ്ഞു. പിന്നെ അത് മാത്രമല്ല ഉറക്കം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്നായി മദ്യപിക്കുകയും ചെയ്തു. പിന്നെ അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്നിട്ട് ആളിപ്പോൾ ഇതേണ്ട ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മീനുവിന് സങ്കടമായി. മീനു കരയാണിരുന്നുകൊണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, എന്താണെങ്കിലും അർജുനേട്ടന് ചേച്ചിയെ കാണാതെ ഒരു സമാധാനവും ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായി. ചേച്ചിയില്ലാതെ പറ്റില്ല. പിന്നെ മദ്യപിച്ചു, ഭക്ഷണം കഴിച്ചില്ല എന്നൊന്നും തൽക്കാലം ചേച്ചിയോട് പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ആ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരി, ആ അങ്ങനെ പറയാം എന്ന് പറഞ്ഞ ഉടനെ അഖില. അപ്പം മീനു ഇതെല്ലാം കേൾക്കുകയാണ്. എങ്ങനെയാ അവിടെ, സുഖം തന്നെയല്ലേ? കുറേ നാളുകൾ ഇങ്ങനെ നിന്നാൽ നീ എന്നെ മറക്കായിരിക്കും അല്ലേ? ഇല്ല, ഞാൻ മറക്കില്ല, ഞാൻ ഒരിക്കലും മറക്കില്ല. മറക്കണോടി നീ എന്നെ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ നിന്നെയും മറക്കാം. എന്താ അതുപോലെ? എന്നാൽ സമാധാനത്തോടെ സ്വസ്ഥതയോടെയും ജീവിക്കാം. ആ മറക്കാം. അതില്ലെങ്കിൽ തന്നെ നിന്നെ ആരാ ഓർക്കുന്നത്? ഫോൺ വെക്ക് സാമ്പാറേ. ഇനി എന്നെ വിളിച്ചാണ്ടല്ലോ നിന്നെ ഞാൻ അവിടെ വന്ന് ഞാൻ തല്ലും. കൂട്ടിത്താറാവേ, കാണിച്ചു തരാം നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഗൗതം ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അഖിലയോട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അഖിലയ്ക്കും വിഷമം തോന്നരുത് എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഈ വഴക്കും ചുണ്ടിയൊക്കെ പിടിപ്പിക്കണത്. അതിനുശേഷം അപ്പം നമ്മുടെ മീനു ആകെ സങ്കടപ്പെട്ടിരുന്നു, കരയാൻ തുടങ്ങി. ചേച്ചി ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെടല്ലേ, എന്തിനാ ചേച്ചി കരയാതെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അർജുനേട്ടനെ നാളെ വിളിച്ചൊന്ന് സംസാരിക്കുക, എല്ലാം ശരിയാകും. ചേച്ചി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ വാതിൽ രാഖി ഇങ്ങനെ തുറക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയത്. മറ്റാരുമല്ല, നമ്മുടെ അർജുൻ ദേണ്ട വീടിൻ്റെ വാതുക്ക വന്നിരുന്ന് ആൾ ഉറങ്ങോടുറക്കാണ്. അപ്പം ഞെട്ടി അകത്തേക്ക് ചെന്ന് ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ദേ ഇങ്ങി വന്നേ, ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ എല്ലാവരുടെ. എൻ്റെ പൊന്നോ എന്തായി കാണുന്നത്? അപ്പം അഖില എന്നിട്ട് അർജുനേട്ടാ എന്ന് പറഞ്ഞ് കുലുക്കി വിളിക്കുകയാണ്. അർജുനേട്ടാ എന്താ ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം ആൾ എഴുന്നേറ്റു. അപ്പം മീനു ഇവിടെ നിൽപ്പുണ്ട്, മാലുവും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. ഹായ് അഖില, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. അപ്പം വേഗം തന്നെ അർജുൻ അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഇവരിതെല്ലാം നോക്കി നിൽക്കുകയാണ്. അപ്പം മീനുവിനാകെ നാണക്കേടായി കേട്ടോ. മീനു, അല്ല എന്താ നീ എങ്ങനെ എവിടെ എത്തിയത്? രാവിലെ ഒരു 4 മണിയായി കാണും. ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. അതെ, അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിപ്പിച്ചു. ചേച്ചിയെ കാണാനല്ലേ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇന്നലെ രാത്രി അടിച്ച് ഓഫായിരുന്നല്ലോ, അതാര് പറഞ്ഞു എന്ന് ചോദിച്ചു. അതൊക്കെ പറഞ്ഞു, സത്യ പറഞ്ഞത്, ഓഫായിരുന്നു. പക്ഷേ എന്നാലും ഒരു 12 മണിയൊക്കെ ആയി പോണർന്നു. പിന്നെ എനിക്ക് ഉറക്കം കിട്ടിയതേ ഇല്ല, അതാ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. നിനക്ക് മീനുവിനെ വിളിക്കായിരുന്നില്ലേ? അകത്ത് കിടക്കായിരുന്നല്ലോ. പിന്നെ ഒന്ന് ബൈക്കിൽ കയറാൻ പോലും പേടിയുള്ളവരാ വാതിൽ തുറന്നു തരാൻ പോണത്. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് കരുതിയല്ലേ മോനെ അങ്ങനെ സംസാരിച്ചത്? ഞാൻ പറഞ്ഞതല്ലേ കാണണ്ട എന്നൊക്കെ. പിന്നെന്തിനാ ഇപ്പോൾ വന്നത് എന്ന് ചോദിച്ചു. എന്നിട്ടാണോ ഇന്നലെ രാത്രി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചു അഖില.
ഓഹോ, അപ്പം അങ്ങനെയല്ലേ, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി അല്ലേ? കൊള്ളാം. എന്തോ ഒരു വിഷമായിരുന്നു എന്നറിയാവോ ഇവിടെ. ഇപ്പം സന്തോഷമായിട്ടുണ്ട്, പക്ഷേ വിട്ടു തരുന്നില്ല. അതായിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മസിൽ പിടിച്ച് നിപ്പാ ചേച്ചി. കഷ്ടം. ദേ, എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം. ഞാനൊരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞു. ഇവരെ കൂട്ടിക്കൊണ്ടു പോകാനാണെങ്കിൽ അത് നടക്കില്ല. അതൊന്നും അല്ല എന്ന് പറഞ്ഞു. മറ്റൊന്നുമല്ല, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനത് ഇവിടുന്ന് അതിന് കഴിക്കാം. പിന്നെ മീനുനെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും ഞാൻ തന്നെ ആയിരിക്കും. അതിലൊരു മാറ്റവും. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, വല്ലാത്തൊരു ക്ഷീണം എന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ അർജുൻ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അല്ല, എൻ്റെ ഒരു ജോഡി ഡ്രസ്സ് ഇവിടെ കാണുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. കാണുമായിരിക്കും എന്ന് പറഞ്ഞ് ഒന്നും നോക്കിയില്ല. അർജുൻ നേരെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. അപ്പം മാലു ചോദിക്കുക, ഇവനിത് എന്ത് വിചാരിച്ചോണ്ടാ? എനിക്കേതായാലും ഇതിഷ്ടപ്പെട്ടു. ഇങ്ങനെ വേണം ഭർത്താക്കന്മാരെ. ഭാര്യയോടുള്ള സ്നേഹം കണ്ടോ എന്ന് പറഞ്ഞു രാഗി. രാജേന്ദ്രൻ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യം. പെട്ടെന്ന് വരാതിരുന്നാൽ മതിയായിരുന്നു. നിങ്ങൾ എന്താണെങ്കിലും വാ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പം പിന്നെ നമ്മൾ കാണുന്നത് മഹേന്ദ്രനെയാണ്. അപ്പം മഹേന്ദ്രൻ ഫോണൊക്കെ തൂത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ ഇറങ്ങി വരികയാണ്. അല്ല, നമ്മുടെ അർജുൻ എവിടെ എന്ന് ചോദിച്ചു. അവൻ അകത്തില്ലേ? അകത്തെവിടെയില്ലല്ലോ. അവൻ പിന്നെ എവിടെ പോയി അറിയില്ലല്ലോ. രാത്രി മുറിയിലുണ്ടായിരുന്നല്ലോ. ഈ സമയത്താണ് നമ്മുടെ പ്രഭാവതി അതിലേക്ക് പോകുന്നത്. അപ്പോൾ അച്ഛനും മഹേന്ദ്രനും ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് നിൽക്കുകയാണ്. നീ എന്ന് അവനെ ഒന്ന് വിളിച്ച് നോക്ക്, എവിടെയാണെന്നറിയാലോ. അപ്പം മഹേന്ദ്രൻ നേരെ ഫോൺ വിളിക്കുകയാണ് നമ്മുടെ അർജുൻ്റെ ഫോണിലേക്ക്. അപ്പം മീനുൻ്റെ അടുത്ത് വന്നു. മീനു, നീ എന്തെങ്കിലും ഒന്ന് പറ എന്ന് പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എന്ത് പറയാനാ ഞാൻ? അപ്പോൾ ഫോൺ ബെല്ലടിച്ചു. വേഗം തന്നെ അച്ഛനാ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ഫോൺ എടുക്കണം. ഹലോ അച്ഛാ. നീ ഇതെവിടെ പോയതാടാ രാവിലെ തന്നെ ആളെ പേടിപ്പിക്കാനായിട്ട്? ഞാൻ മീനുൻ്റെ വീട്ടിലുണ്ടച്ചാ. മീനുൻ്റെ വീട്ടിലോ എന്ന് ചോദിച്ചു. അതെ. നീ എപ്പോഴായി പോയത് എന്ന് ചോദിച്ചു. നിനക്കവളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല അല്ലേ? ശരി, നടക്കട്ടെ. നിന്നെ കാണാത്തത് കൊണ്ട് ഒന്ന് വിളിച്ചു എന്ന് മാത്രം. ശരി അച്ഛാ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. അപ്പോൾ ഇത് കേട്ട് പ്രഭാവതി ഇങ്ങനെ നിൽക്കുകയാണ്. അർജുൻ മീനുവിൻ്റെ വീട്ടിലുണ്ട് അച്ഛാ എന്ന് പറഞ്ഞു. കേട്ടപ്പോഴത്തേനും പ്രഭാവതിയുടെ മുഖമ്മതായി. പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ? പറയാൻ നാണം കാണും. അപ്പം നാണിക്കുന്നത് എന്തിനാ? ഇപ്പോഴാ അവൻ പോയത്? ഇന്നലെ രാത്രിയോ അതോ പുലർച്ചെയോ? അതൊന്നും ഞാൻ ചോദിച്ചില്ല അച്ഛാ. എപ്പോഴായാലും അവൻ പോയല്ലോ, സന്തോഷമായി. ഇനി അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രഭാവതി അങ്ങ് പോയി. മിക്കവാറും അവൻ അവളെയും കൂട്ടി മിക്കവാറും ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ അവൻ അവളുടെ കൂടെ അവിടെ താമസിക്കും. താൻ കണ്ടോ, നടന്നാലും എനിക്ക് സന്തോഷം തന്നെയാണ്. എങ്ങനെ പോയാൽ കുട്ടികളുടെ ഭാവി എന്താകുമെന്ന പേടിയായിരുന്നു എനിക്ക്. എന്തായാലും ഇപ്പം അത് മാറിക്കിട്ടി എന്ന് പറഞ്ഞു മഹേന്ദ്രൻ സന്തോഷത്തിൽ പോവാണ്. പിന്നെ കാണാൻ നമ്മുടെ ഗൗതത്തിനെയാണ്. ആള് ഭയങ്കര ജാടയിട്ടാണ് സംസാരിക്കുന്നത്. അഖിലെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അഖിലേനെ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ബൈക്കൊക്കെ ആയിട്ട് അഖിലയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് ബൈക്ക് റിപ്പയർ ചെയ്യുകയാണ് എന്നുള്ള മട്ടിലാണ് ഇരിപ്പ്. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഇറങ്ങി വരുന്നുണ്ടോ എന്ന്. കാണുന്നില്ലല്ലോ എന്നിടയ്ക്ക് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ അഖില അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഇതെന്താ ഇവൻ ഇവിടെ നിൽക്കുന്നത്? ബൈക്ക് കംപ്ലൈൻ്റ് ആയോ? അപ്പോൾ കാര്യം മനസ്സിലായി. നേരെ അഖില അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഗൗതം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്തേക്ക് വന്നിട്ട് ഹലോ എടാ എന്ന് വിളിച്ചു. എന്താ? സാറിനെ തന്നെ ഡാ എന്ന് പറഞ്ഞ് തലയ്ക്ക് ഒരു തട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വേഗം എഴുന്നേറ്റു. എന്താടി എന്ന് ചോദിച്ചു. എന്താ ഇവിടെ? ഈ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല കേട്ടോ. ഇത് സർക്കാർ വക റോഡ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ നിൽക്കാം. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്. റോഡിനൊക്കെ നിൽക്കുന്നത് ശരി, എൻ്റെ വീടിന് മുന്നിൽ റോഡിൽ തന്നെ നിൽക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത്. ഞാൻ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോയതാ. പോകുന്ന വഴി ബൈക്ക് റിപ്പയർ ചെയ്യും, ശരിയാക്കാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് ഡെലിവറി ബൈക്ക് അവിടെ? അയ്യോ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു. പെപ്പ വെച്ചോ. ആനക്കാര്യത്തിനിടയ്ക്ക് ചേനക്കാര്യം ബൈക്ക് കംപ്ലൈൻ്റ് ആയിരിക്കാം. അപ്പോഴാണ് അവളുടെ ഒരു ബാഗ്. എന്നെ കാണാനും സംസാരിക്കാനും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ കയറി വരണ്ടായിരുന്നോ? എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നത്? എന്ത്? ഹായ്, ഞാൻ നിന്നെ അടിപൊളി. നിന്നെ കാണാൻ ഞാൻ വന്നുവെന്നോ? സംസാരിക്കാനോ? ഇവിടെ വന്നുവെന്ന്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിന്നെ കാണാൻ വന്നിട്ട് ബൈക്ക് റിപ്പയർ ചെയ്യുന്നത് പോലെ അഭിനയിക്കുന്നു. അതല്ലേ നീ ഉദ്ദേശിച്ചത്? എങ്കിൽ കേട്ടോ,
എടാ എപ്പോൾ വന്നു ചോദിച്ചാൽ പോരെ, എനിക്ക് വേറെ പണിയില്ലേ നിന്നെ കാണാൻ വരാനായിട്ട്? അല്ല, നിനക്ക് എൻ്റെ സ്വഭാവം അറിയില്ലേ? പിന്നെ ഞാൻ നിന്നെ കാണാൻ വരുമോ? നീ തന്നെ ഒന്ന് പറ. എന്താ നീ മിണ്ടാത്തത്? വരുമോ ഞാൻ? അത്രയ്ക്ക് ഇഷ്ടമുണ്ടോ നിന്നോട് എനിക്ക്? പറയ. നിൻ്റെ മനസ്സിൽ എന്നെ കാണണമെന്നും സംസാരിക്കണം എന്നൊക്കെ കാണണം, അതെൻ്റെ തലയിലിട്ടോ. അതല്ലേ ഇപ്പം സത്യം. നീ പറയ, എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം ബൈക്ക് നോക്കുകയാണ്. ബൈക്ക് സ്റ്റാർട്ടായി. ബൈക്കിൻ്റെ കംപ്ലൈൻറ്റ് തീർന്നു, ബൈക്ക് ശരിയായിട്ടോ. എന്നാൽ ഞാൻ പോട്ടെ. അപ്പോൾ വേഗം ഓഫാക്കിയിട്ട്, അതെ വീട്ടിലെ എല്ലാവരും ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? എല്ലാവരും ഓക്കെ ആയോ? ബൈക്ക് റിപ്പയർ ചെയ്യാൻ വന്ന ആളെന്തിനാ വീട്ടുകാരുടെ കാര്യം അന്വേഷിക്കണത്? ബൈക്ക് ശരിയായില്ലേ, എടുത്തുകൊണ്ട് പോയിക്കൂടെ? നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം കേട്ടോ, ഞാൻ വിളിച്ചു ചോദിച്ചോളാം. ചോദിച്ചാൽ നിനക്ക് പറയാൻ വയ്യല്ലേ? നിന്നോട് ചോദിക്കുന്ന ആളോട് നീ ഉത്തരം പറയില്ലല്ലേ? നിന്നെ കൊടിയെ പറയിപ്പിക്കാവോന്ന്. അപ്പോൾ അതേ മൂക്കിന് കയറി പിടിക്കുകയാണ്. അപ്പോഴാണ് ഇവർ മൂക്കിന് പിടിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർജുനും മീനും കൂടി പോകാനായിട്ട് ഇറങ്ങിയത്. നടക്കട്ടെ. അല്ല ഏട്ടാ, ഞാനിവളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് വരാം. ഒന്നും പറയണ്ട, നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മീനുവിനെയും കൊണ്ട് അർജുൻ അങ്ങ് പോയി. അപ്പോഴാണ് ഗൗതത്തിനടുത്ത് അഖില നിൽക്കുന്നത്. അതെ, ഞാൻ ബൈക്ക് റിപ്പയർ ചെയ്യാൻ വന്നതാ, ഇവളെ കാണാൻ വന്നതൊന്നും അല്ല എന്ന് പറഞ്ഞ് ഗൗതം ആകെ നാണം ചമ്മലായി. എന്നെ കാണാൻ തന്നെയാണ് വന്ന് നിന്നത്. നീ അങ്ങനെ വിശ്വസിച്ചോ, ഞാൻ പോണു എന്ന് പറഞ്ഞു. അവളുടെ ഒരു കാര്യം. അപ്പം എങ്ങനെ നിൽക്കുകയാണ് അഖില അടുത്ത് തന്നെ. അതെ, നിനക്കിവിടെ സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. നിനക്ക് സുഖമാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം എനിക്കെന്താ കുഴപ്പം? വെയിൽ കൊള്ളാതെ ആ വീട്ടിൽ കയറി പോകാൻ നോക്കടി, അവൾ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം അഖിലായി നോക്കി നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. അഖിലയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്തൊക്കെ പറഞ്ഞാലും ഞാനവിടെ ഇല്ലാതെ വഴക്കുണ്ടാക്കാതെ അവനൊരു സമാധാനവും കിട്ടണില്ല, അതാ സത്യം എന്ന് അഖിലയ്ക്ക് മനസ്സിലായി. പിന്നെ കാണുന്നത് നമ്മുടെ പ്രഭാവതിനെയാണ്. ആൾക്കൊരു സമാധാനവും ഇല്ല, തീരെ പര നടക്കുകയാണ്. അപ്പോഴാണ് കാഞ്ചന അങ്ങോട്ടേക്ക് വന്നത്. അമ്മേ, എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. അർജുൻ മീനുവിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. അപ്പം അവൻ തോട്ടത്തിലേക്കല്ലേ പോയത്? അല്ല. അമ്മയുടെ ആരാ പറഞ്ഞത്? മഹിയേട്ടൻ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടതായിരുന്നു. അവൻ എന്താ ഇത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ. എന്ത് കഷ്ടം. വശീകരിക്കാൻ മിടുക്കികളാ ചേച്ചിയും അനിയത്തിയും. ഇപ്പം അർജുൻ പോയി, നാളെ ഗൗതവും പോവും ഉറപ്പ്. രണ്ടുപേരും സ്ഥിരതാമസമാക്കുമോ അങ്ങോട്ടേക്ക്? ഇനിങ്ങനെ പോയാൽ ചിലപ്പോൾ താമസമായിന്നും വരും. അല്ല, ഇനിയിപ്പോൾ കെഞ്ചി കാല് പിടിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരിക്കും അമ്മേ. പറയാൻ പറ്റില്ല. അവളെ ഇവിടെ എത്തിക്കുമെന്ന് നമ്മളെ വെല്ലുവിളിച്ചിരുന്നല്ലോ. അവൻ എത്ര കാല് പിടിച്ചാലും അവൾ വരില്ല. അതുകൊണ്ട് തന്നെ അർജുൻ അവിടെ താമസിക്കാൻ സാധ്യതയുണ്ട്. മീനുമില്ലാതെ അവന് ജീവിക്കാൻ കഴിയില്ലല്ലോ. അവൻ അവിടെ താമസിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആയി പോവും. കാശും സ്വർണവും തിരികെ കെട്ടുകയില്ല, അവരൊന്നിച്ച് താമസിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.